ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ ഉപദ്രവിച്ചവരെ തിരികെ ഉപദ്രവിക്കുകയും വേദനിപ്പിച്ചവരെ തിരികെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ന്യായമാണ്, ശരിയാണ്. അവർ അത് അർഹിക്കുന്നു എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തിന്മയെ തിന്മ കൊണ്ട് നേരിടുവാനല്ല, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് വിജയിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 21-ാം അധ്യായം 24-ാം വാക്യം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന മോശയുടെ നിയമത്തെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ മാറ്റി എഴുതുന്നത്. അതുകൊണ്ടാണ് കൊളോസ്യൻസ് 1:14 പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് ദോഷകരമായ ലിഖിത നിയമങ്ങൾ അവിടുന്ന് മായ്ച്ചു കളയുകയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കാരണം തിന്മയ്ക്ക് പകരം തിന്മ നൽകുവാനല്ല, മറിച്ച് നന്മയിലൂടെ വീണ്ടെടുക്കുവാനാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 5:8 നാം വായിക്കുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് നൽകിയത് തിന്മയല്ല, മറിച്ച് നന്മയിലൂടെ സ്നേഹത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴല്ല, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിലൂടെയല്ല, മറിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുന്നതിലൂടെയാണ് നാം എല്ലാവരും ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുമെങ്കിലും ക്രിസ്തുവിന്റെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായികളായി മാറുന്നത് എന്ന ബോധ്യം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:16 യേശുനാഥൻ നമ്മോട് പറയുന്നു, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതിനാൽ പ്രിയ സഹോദരരെ, തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മ കൊണ്ട് വിജയിക്കുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും ക്രിസ്തുവിന്റെ മാർഗങ്ങൾ പിന്തുടരുന്നവരും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരുമായി തീരുന്നത് എന്ന ബോധ്യത്തോടുകൂടെ അപ്രകാരം തിന്മയെ നന്മ കൊണ്ട് നേരിടുവാൻ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.